കാരണം യഥാർത്ഥത്തിൽ ഇവളുടെ ഐഡലായിട്ടുള്ള പ്രിൻസിലും അവനാണ്. പക്ഷെ പുറത്ത് ആർക്കും തന്നെ അറിയത്തില്ല. അതിനുശേഷം അവൾ എങ്കിൽ പിന്നെ ഇപ്പം തന്നെ പ്രിൻസിലോട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ എടുത്ത് അവന് മെസ്സേജ് അയക്കുമ്പോഴാണ്. അതേസമയം ഇത് കാണുന്ന യുവാനും പ്രിൻസിലുവിനെ അങ്ങനെ ഗസ്റ്റായിട്ട് വിളിക്കാൻ പ്രത്യേക വല്ല കാരണം ഉണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവളും കോസ്പ്ലേ ചെയ്യുന്നത് പ്രിൻസിലുവിനെക്കാളും ബെസ്റ്റായിട്ട് ആരില്ലെന്ന് അറിഞ്ഞ് അവനെക്കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കോസ്പ്ലേ വേറെ ഒന്നല്ല, കുറെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുന്നതാണ് കോസ്പ്ലേ. അതിനകത്ത് ഇവന്റെ ഫേസ് ഒന്നും ആർക്കും കാണാൻ പറ്റത്തില്ല, കാരണം അവനൊരു മാസ്ക് ഇട്ടേക്കും. അതുകൊണ്ട് തന്നെ അവനും ഒരേശം അവന്റെ ലുക്ക് കണ്ടിട്ടാണോ അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവളെ സന്തോഷത്തിൽ ലുക്ക് കണ്ടും അവൻ ഇഷ്ടപ്പെട്ട്, പക്ഷെ അതല്ലാതെ അവൻ എപ്പോഴിടുന്ന കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് അറിഞ്ഞ് അവന്റെ എല്ലാ സാധനങ്ങളും ഇവള് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയും. അതിനുശേഷം ഇവൾ ആ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ഇവന്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അതോടെ അവനും പേടിച്ചിരിക്കുമ്പം ഇവളതൊന്ന് മൈൻഡ് ചെയ്യാതെ എങ്കിൽ പിന്നെ ഞാൻ പോകുന്ന പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് എന്നേക്കും ഇവളുടെ ക്ലബ്ബിൽ നടക്കാൻ പോകുന്ന ആ പാർട്ടിക്ക് ഇവൻ ഗസ്റ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ അത് കണ്ട് അവനും തിരിച്ച് റിപ്ലൈ ഒന്നും അയക്കാതെ അവൻ ഫോണിൽ തറയിക്കും. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം സിയാന് ക്വസ്റ്റ്യനൊക്കെ റെഡി ആയിക്കൊണ്ട് യാൻഷങ്ങിന്റെ കൂടെ അവരുടെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവനൊരു ക്യാമറ ആയിട്ട് വന്നിട്ട് അവനെല്ലാം റെക്കോർഡ് ചെയ്തോളെന്ന് പറയും. ഇത് കണ്ട് ഇവളും ഇതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്താൽ മതി, നീ കുറച്ച് ഷോ ആന്ന് പറഞ്ഞിട്ട് അവനായിട്ട് കളിയാക്കും. പക്ഷെ അവനാണ് എന്ത് ചെയ്താലും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിച്ചില്ലും. അങ്ങനെ അതിനുശേഷം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ ഇവളുടെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവൾ കൊടുക്കുന്ന ഫോം ആരും തന്നെ ഫില്ല് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് കണ്ട് അവനും നിനക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഈ ഫോമോ കൊടുത്തോളം പറയും. അങ്ങനെ അതിന് പകരം ഇവൾക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവൾ അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൻ എങ്കിൽ പിന്നെ ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഓരോന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം അവിടെ കഴിക്കാൻ വന്നിരിക്കുന്ന യുവാനാണ് അവിടെ സിയാന്റെ കൂട്ടുകാരും വരുന്ന ഇവൻ കാണും. അങ്ങനെ അവളും നോക്കിക്കൊണ്ട് ഇവനും കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം അവളുടെ ക്ലബിലെ പ്രസിഡന്റ് ഫോം വിളിച്ച് ഇവൾക്ക് പ്രിൻസിലിനെ വിളിക്കാൻ പറ്റിയില്ല, അവനെ പോലെ ഫേമസ് ആയിട്ടുള്ള ആരിലൊക്കെ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവർക്ക് അധിക സമയമില്ലെന്നറിഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യുമ്പം ഇവളും ടെൻഷനായി വീണ്ടും നമ്മുടെ പ്രിൻസിലുവിനെ മെസ്സേജ് നോക്കും ഇവരുടെ ക്ലബ് എങ്ങനെയൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്ന് അവരെ കുറച്ച് ഫേമസ് ആക്കാൻ. അങ്ങനെ ആ മെസ്സേജ് അയച്ചിട്ട് അവൾ അവിടെ നോക്കുമ്പോഴാണ് ഇത് കാണുന്ന യുവാനും ഇവളുടെ ഗസ്റ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ആലോചിക്കാൻ തുടങ്ങും. അതേസമയം ഇവളും ക്യാമറയൊക്കെ എല്ലാം പഠിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ റെഡിയാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുമ്പം ഇവൻ ഇതിനെ ക്യാമറയൊക്കെ എടുക്കാൻ അറിയത്തില്ലെങ്കിലും ഈ പെമ്പിള്ളേർ സെൽഫി എടുക്കുന്നത് കിങ് അല്ലേ എന്ന് പറഞ്ഞ് അവനിട്ട് കളിയാക്കും. അപ്പോഴാണ് അവൾ ആ ക്യാമറ അവിടെ വെച്ചിട്ട് സെൽഫി നിനക്ക് ഇങ്ങനെ എടുത്താൽ മതിയാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓരോ പോസാ കാണിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവളെ പുറയുന്ന ഒരാളും അറിയാതെ അങ്ങ് തള്ളിവിടും. അപ്പോഴാണ് അവൾ അടുത്തേക്ക് വന്ന് ഇവനെ ഹഗ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ റൊമാൻസ് ഒക്കെ വരുമ്പം അതൊക്കെ ആ ക്യാമറ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അവനും ആദ്യം വന്ന പണി നോക്കാന്ന് പറഞ്ഞിട്ട് അവന് ഓരോരുത്തർക്ക് ആ ഫോം എടുക്കുമ്പം ഗേൾസ് എല്ലാം ഇവനെ കണ്ട് ആ ഫോം അങ്ങ് ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഇത് കാണുന്ന അവളാണ് ഞെട്ടിപ്പോയിട്ട് ഞാൻ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല, ഇവൻ കൊടുത്തപ്പോൾ നാണം ഇല്ലാതെ വാങ്ങിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളതെല്ലാം ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ മിക്കുള്ള ഫോം ഫില്ല് ചെയ്തത് ഗേൾസ് ആയിരിക്കും. അതുകൊണ്ട് അവളും 4-5 ബോയ്സ് ഇല്ലെങ്കിൽ സാറ് പണി തരുമെന്ന് പറയുമ്പം അവനും ഗേൾസിനോട് ഇഷ്ടം കൂടിപ്പോയെന്ന് പറയും. പക്ഷെ അത് കണ്ട് അവൾക്കാണ് സഹിക്കത്തില്ല. എന്നിട്ട് അവനും എന്തായാലും ബോയ്സ് ഒക്കെ ഞാൻ റെഡി ആയിക്കോളാം പറഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിരുത്തി ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും. അതേസമയം ഇവിടെ സിയാന്റെ കൂട്ടുകാരിയും അവൾ പുറത്ത് വേസ്റ്റ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. കാരണം ഒരു കോസ്പ്ലേ ക്ലബ്ബായിട്ട് ഇവർക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അവളൊരു വേസ്റ്റ് എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന് യുവാനെ അവളെ സഹായിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവള് താങ്ക്സ് അറിയാൻ നോക്കിയാലും അവൻ അപ്പം തന്നെ സ്ഥലം വിട്ട് കാണും. അതിനുശേഷം അവൻ അവളെ നേരിട്ട് വരുന്ന ഇവിടെ യാൻഷങ് വിളിച്ചോണ്ട. പക്ഷെ ഇവരെല്ലാരും കൂടെ ഈ ഫോം ഫില്ലപ്പ് ചെയ്യാന്ന് അറിഞ്ഞ ഉടനെ അപ്പം തന്നെ സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അതിൽ ലിങ്ക് മാത്സ് പഠിക്കുന്ന നിങ്ങളൊക്കെ എന്തിനാണ് റൊമാൻസിനെ കുറിച്ച് സ്റ്റുഡന്റിനോട് ചോദിക്കുന്നതെന്ന് അറിഞ്ഞ് അവനൊരു സിംഗിൾ എന്നറിഞ്ഞ് ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്തായാലൊക്കെ നീ ചൂസ് ചെയ്യുന്ന അറിഞ്ഞ് ഇവർ രണ്ടുപേരും അവരെല്ലാം ഫോഴ്സ് ചെയ്ത് ആ ഫോം ഫില്ലപ്പ് ചെയ്യിപ്പിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന യുവാനും ഈ ഫോം ഞാൻ ഫില്ലപ്പ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടോ ചോദിക്കുമ്പം ഞാൻ അവന് വേണ്ടിയെങ്കിലും ഈ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൻ അതിനകത്തുള്ള ചോദ്യത്തിനകത്ത് അവനെ കണ്ടപ്പോൾ തന്നെ ഒരു പെണ്ണിനോട് വീണ് വന്ന് ഇഷ്ടം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പം ഇത് കണ്ട് അവന്റെ കൂട്ടുകാരന്മാരും നിനക്ക് ഫസ്റ്റ് സൈറ്റ് ലവ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അവരൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവനും പെട്ടെന്ന് തന്നെ എല്ലാം ടിക്ക് ചെയ്തിട്ട് അപ്പം തന്നെ സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അതിനുശേഷം ഇവിടെ ഞാനും ഒരാളും കൂടെ ബാക്കിയാണെന്ന് പറഞ്ഞ് അവൻ ആ ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ് അടുത്തിരുന്നിട്ട് ടോങ്ങും ഇവൻ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അവനെ പോലെ തന്നെ സ്വിമ്മിങ്ങിലും മാത്സിലൊക്കെ ഇഷ്ടമുള്ളവരെ മാത്രമേ അവൻ ഇഷ്ടപ്പെടുത്തുള്ളൂ എന്ന് പറയും. ഇതേക്കുന്ന ലിങ്കും എങ്കിൽ പിന്നെ നമ്മുടെ സിയാൻ അതിൽ പങ്കെടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ ക്യാമറ തിരിക്കുമ്പം ടോങ്ങിനാണ് ഇത് കണ്ട് ദേഷ്യം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവനും പ്രോജക്റ്റിനുള്ള എല്ലാ ഫോമും ഫില്ല് ചെയ്തതിന് ശേഷം യാൻഷങ്ങും പ്രോജക്റ്റ് ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, നീ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളെ ആ പണി ചെയ്യിപ്പിക്കും. അപ്പോഴാണ് അവളും ഞാൻ നിന്നെക്കാളും നല്ലോണം സംസാരിക്കുന്ന അറിഞ്ഞ് ഇവൻ എഡിറ്റ് ചെയ്യാൻ പറയുമ്പം അവൻ എന്തായാലും എൻ്റെ അത്ര എക്സ്പീരിയൻസ് കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ എഡിറ്റ് ചെയ്യാനുള്ള പണി ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെ അന്ന് രാത്രി ഇവരടുത്ത് വീഡിയോ ഒക്കെ അവൾ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവസാനം ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവൾ യാൻഷങ്ങിന് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവൾ പോയ സമയം നോക്കി യാൻഷങ് ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് മെസ്സേജ് അയക്കും. പക്ഷെ ഇത് കാണുന്ന അവളുടെ റൂംമേറ്റ് ആണ് ഇവൾക്ക് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടി ആ മെസ്സേജ് സിയാൻ കാണാതിരിക്കാൻ വേണ്ടി അങ്ങ് ഡിലീറ്റ്
വെയിറ്റ് ചെയ്യും. അങ്ങനെ അതിനേശം ഇതൊന്നും അറിയാതെ സിയാൻ അവളുടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും പ്രിൻസിലും ഇതുവരെ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് അവൾ സങ്കടത്തിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം സിയാന് ചിലപ്പോൾ അവനായിരിക്കും എന്ന് പറഞ്ഞ് ആ മെസ്സേജ് എടുത്ത് നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവൾ പറഞ്ഞ പോലെ തന്നെ ഹിവാനും ഇവരുടെ പാർട്ടി ഗസ്റ്റ് ആയിട്ട് വരാൻ പറഞ്ഞ് അവൻ ഓക്കെ ഇട്ടേക്കും. അങ്ങനെ അതോടെ അവള് ഭയങ്കര സന്തോഷത്തി താങ്ക് യു പ്രിൻസിലോ എന്ന് പറഞ്ഞ് അവന് റിപ്ലൈ ഇടും. അപ്പോഴാണ് അവൻ അത് കണ്ട് സന്തോഷപ്പെടുന്നത്. കാരണം അവൻ ഇവിടെ ഒത്തിരി ഇഷ്ടമായി കണ്ടപ്പോൾ തന്നെ. അതുകൊണ്ട് അവൻ വരാന്ന് പറഞ്ഞപ്പോൾ സമ്മതം കൊടുത്ത്. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ഇവരും ക്ലാസ് വെച്ച് പ്രോജക്റ്റ് കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് സിയാൻ അവൾ എഡിറ്റ് ചെയ്തെല്ലാം ആ പെൻഡ്രൈവ് ഇങ്ങനെ കുത്തിവയ്ക്കും. അപ്പോഴാണ് പ്രൊജക്ടർ അത് ഓൺ ആയത് ഉടനെ ഇവിടെ യാൻഷങ്ങിന് മനസ്സിലായി അത് ഫുള്ളും പൊട്ടത്തെറ്റാന്ന്. അതുകൊണ്ട് അവന് പെട്ടെന്ന് പെൻഡ്രൈവ് കൂരി കളഞ്ഞിട്ട് അവൻ ഈ പ്രൊജക്ടർ ഇല്ലാതെ സ്വന്തമായിട്ട് തന്നെ എല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് സാറിനോട് അനുവാദം ചെയ്യിക്കും. അങ്ങനെ അതിനുശേഷം സാർ അതിനെ സമ്മതിച്ച് ഇവന്റെ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുമ്പം അവൻ അവസാനം നല്ലോണത് പ്രസന്റേഷൻ ചെയ്ത് അവരുടെ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യും. പക്ഷെ അവസാനം സാറാണ് ഇവർക്ക് മാർക്ക് വരുന്ന സി ഗ്രേഡ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ഷോക്കായിട്ട് ഇവൻ ഞങ്ങളുടെ പ്രോജക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ സി ഗ്രേഡ് എന്നേന്ന് പറഞ്ഞ് മാത്സ് സാറിനോട് ചോദിക്കുമ്പം അയാളും പറയും നിങ്ങൾക്ക് സി ഗ്രേഡ് തരാനുള്ള കാരണം നിങ്ങൾ ആദ്യം ടീമായിട്ട് വർക്ക് ചെയ്തില്ല. കൂടാതെ പ്രൊജക്ടർ കാണിക്കേണ്ട സാധനങ്ങൾ തുടക്കം തന്നെ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സി ഗ്രേഡേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ സീറ്റിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ അതിനെ ശിവളാണ് ദേഷ്യത്തി നീ എന്തിനാ പെൻഡ്രൈവ് കൂരി കളഞ്ഞെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പം അവൻ ഇവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും ഇവൾ എഡിറ്റ് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും പൊട്ടത്തെറ്റാണ്. അങ്ങനെ ഒരു പക്ഷെ അവൻ അത് ക്ലോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ സി മാർക്ക് തന്നെ കിട്ടിക്കാണത്തില്ലെന്ന് പറഞ്ഞ് അവളോട് ആ കാര്യം പറയുമ്പം അവളാണെ വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകും. കാരണം ഇവൾക്ക് ഇത് എ കിട്ടിയില്ലെങ്കിൽ ഇവൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ സങ്കടത്തിൽ അവൻ. അതേസമയം ഈ മാർക്ക് കുറഞ്ഞത് അവന് വിഷമമുണ്ട്. എന്നിട്ട് റൂമിലേക്ക് വന്നതിന് ശേഷം ഇവൾ എന്തായാലും ആ എഡിറ്റ് തെറ്റിപ്പോയെങ്കിൽ ഇവൻ അത് ശരിയായിക്കൂടായിരുന്നെന്ന് പറഞ്ഞ് അവൾ ഇവളും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അവൻ അയച്ച മെസ്സേജ് ഇവളുടെ മറ്റേ റൂംമേറ്റ് ഡിലീറ്റ് ചെയ്ത് കാണും. അങ്ങനെ അത് കാരണമാണ് ഇത്തരം പ്രശ്നം ഉണ്ടായത്. പക്ഷെ ഈ കാര്യം ഇവൾക്കറിയാത്തതുകൊണ്ട് ശരിയാണെന്ന് നോക്കാത്ത അവന്റെ തെറ്റാന്ന് പറഞ്ഞ് ഇവളുടെ കൂട്ടുകാരായിട്ട് അവനെ കുറിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെ ഇപ്പൊ സ്കോളർഷിപ്പും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പണിക്ക് പോയാൽ മാത്രമേ എനിക്ക് ഈ കോളേജ് തുടരാൻ പറ്റത്തുള്ളൂ എന്ന് അവളും പറയും. അപ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും അപ്പോൾ ഒരു പക്ഷേ നിനക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല, നീ കോളേജ് നിർത്തേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവളും പേടിച്ചോവും. അപ്പോഴാണ് സിയാനും അതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങനെയൊക്കെ പാർട്ട് ടൈം ചെയ്ത് പൈസ ഒപ്പിക്കണമെന്ന് ഇവളും ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ഇവ രണ്ട് സംസാരിക്കുന്നേക്കുന്ന മറ്റേ റൂംമേറ്റ് ആണ്. അവൾക്ക് ഇപ്പോഴാണ് ഒരു കുറ്റബോധം തോന്നുന്നത്. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് സിയാനും എന്തായാലൊക്കെ പാർട്ട് ടൈം പണി ഒപ്പിക്കാൻ വേണ്ടി ആദ്യം ഷിയോട് ചെന്ന് സഹായം ചോദിച്ചു നോക്കും. പക്ഷെ അവനാണ് ഇപ്പൊ തൽക്കാലം പാർട്ട് ടൈം ഇവിടെ ആരെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവളെ വേണേ യാൻഷങ്ങിനോട് ചോദിക്കാൻ വേണ്ടി പറയും. കാരണം അവൻ അറിയുന്ന കുറെ വർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവൾ അവനോട് ചോദിച്ച അവളുടെ ആറ്റിറ്റ്യൂഡൊക്കെ പോകുമെന്ന് അറിഞ്ഞിരിക്കുമ്പം അവിടേക്ക് വരുന്ന ടോങ് ആണ് അവൾക്ക് പരിചയമുള്ള ഒരു കടയുണ്ടെന്ന് അറിഞ്ഞ് വേണ ഇവൾ അവിടെ പരിചയപ്പെടുത്താന്ന് പറയും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി എന്റെ ജീവൻ രക്ഷിച്ച നീയാന്ന് അറിഞ്ഞിട്ട് അവൾ പറഞ്ഞ കടയിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അവളും പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ഒപ്പിച്ചുകൊടുത്തതിന് ശേഷം എന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് എളുപ്പത്തിൽ നിനക്ക് ഈ ജോലി കിട്ടിയെന്ന് അറിഞ്ഞ് അവൾക്ക് ഈ ജോലി വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം അവളാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ നിനക്കും വല്ല സഹായമാണ് എന്നോട് ചോദിച്ചതെന്ന് അറിഞ്ഞിട്ട് അവളോട് സംസാരിക്കും. അപ്പോഴാണ് ടോങ്ങും നമ്മൾ തമ്മിൽ ഇത്ര ഫോർമലായിട്ടുള്ള സംസാരം വേണ്ടെന്ന് അറിഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം അവരുടെ നമ്പർ ഷെയർ ചെയ്യും. അങ്ങനെ ടോങ്ങിന്റെ സംസാരം പുറത്തു മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. പക്ഷെ അവൾക്ക് സിയാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇവൾ അത്രയും സമയം പാർട്ട് ടൈം വർക്ക് ചെയ്ത ഇവൾക്ക് യാൻഷങ് ആയിട്ട് കറങ്ങാന്ന് അവൾ വിചാരിക്കുന്നത്. അതിനുശേഷം ഇവിടെ യാൻഷങ് ആണ് സിയാൻ അവിടെ പോയെന്ന് പറഞ്ഞ് അവളുടെ ക്ലബ്ബിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന ലിങ്ങും അവൾ അത്രയ്ക്ക് മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്തേക്കൊന്ന് കളിയാക്കും. പക്ഷെ യാൻഷങ് അതൊന്നും കാണിക്കാതെ ഞാൻ ചുമ്മാ സ്വിമ്മിംഗ് പ്രാക്ടീസ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവനും വിഷയം മാറ്റും. പക്ഷെ ലിങ്ങിന് തൊട്ടും തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് അവനും ഇപ്പൊ അവള് ഭയങ്കര ബിസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ ക്ലബ്ബിൽ തന്നെ രാവിലെ മാത്രം വന്നിട്ട് പോകത്തുള്ളൂ എന്ന് പറയും. അതേസമയം ഇവിടെ സിയാനും ആ ഹോട്ടൽ മൊത്തം വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഓണറാണ് നാളെ ഇവിടെ ഒരു പാർട്ടി നടക്കാൻ പോകുന്ന അറിയും. അങ്ങനെ ഏത് പാർട്ടിയാന്ന് പറഞ്ഞ് ഇവളെ ആലോചിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി അവിടേക്ക് വരുന്നത്. കാരണം ഇവരുടെ കോസ്പ്ലേ ക്ലബ്ബാണ് അവിടെ പാർട്ടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവളുടെ ഫേസ് ആറെടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി അവള് മാസ്ക് ഒക്കെ ഇട്ട് അവളും ജോലി ചെയ്തോണ്ടിരിക്കും. പക്ഷെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ കൂട്ടുകാരിയും സിയാന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വരും. അതുകൊണ്ട് ഇവള് ഞെട്ടിപ്പോയി നിനക്ക് മാത്രം എന്തോടെ എന്നെ കണ്ടപ്പോൾ തന്നെ പിടിയിട്ടെന്ന് പറഞ്ഞ് അവരുടെ സംസാരിച്ചോണ്ടിരിക്കും. കൂടാതെ ഇവരുടെ ബോസും കോസ്പ്ലേയുടെ ഫാൻ ആയതുകൊണ്ട് എല്ലാരും അതേപോലെ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിയാ പറഞ്ഞേച്ചേക്കുന്നത്. അങ്ങനെ അവൾ അവിടുന്ന് പണി നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം അവിടേക്ക് യുവാൻ വരുന്നിട്ട് സിയാന്റെ കൂട്ടുകാരിയും നൈസിന് അവനെ ഫോളോ ചെയ്ത് തന്നെ പോകും. അപ്പോഴാണ് അവൻ നേരെ ചെല്ലുന്ന പ്രിൻസിൽ ഒരുക്കുന്ന മേക്കപ്പ് റൂമിലേക്ക്. അതുകൊണ്ട് അവളും മിക്കവാറും ഇവൻ അവന്റെ അസിസ്റ്റന്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം അവൻ അകത്തിരുന്ന് ആരില്ലാത്ത സമയം നോക്കി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ഡ്രസ്സെല്ലാം പുറത്തെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവളും പുറത്തിരുന്നോണ്ട് പ്രിൻസിലും അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കും ഇവൻ ഇവിടെ എത്തിയോന്ന്. അപ്പോഴാണ് യുവാൻ ആ മെസ്സേജ് കണ്ടിട്ട് അവനിപ്പോ മേക്കപ്പ് റൂമിൽ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യുക. അതുകൊണ്ട് അകത്തേക്ക് കാര്യം പറഞ്ഞേക്കാതെ ഇവളെ സുരക്ഷയായിട്ട് നോക്കിക്കൊള്ളാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞിട്ട് അവന് സെക്യൂരിറ്റി കൊടുത്തോണ്ടിരിക്കും. ഇതേ സമയം ആ പാർട്ടിയിലേക്ക് വരുന്ന യാൻഷനെ കണ്ട് അവള് പേടിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവൻ എനിക്ക് മാത്രം എന്താ ജ്യൂസ് ആരാ തോന്നിയെന്ന് പറഞ്ഞ് അവിടുത്തെ ഓണറിനോട് ഇപ്പൊ ഇവന് തരാതായ ആ പെങ്കൊച്ചിനെ തന്നെ ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ വേണ്ടി
പറയും. അങ്ങനെ അതുകൊണ്ട് ഓണർ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൾ ഇതെന്തുവാ കാണിക്കുന്നതെന്ന് അറിഞ്ഞ് മര്യാദയ്ക്ക് അവൻ ഇപ്പം തന്നെ ഡ്രിങ്ക്സ് ഉണ്ടായി കൊടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും ദേഷ്യത്തി നീ കാരണം പ്രോജക്റ്റിന് മാർക്കും പോയി നിനക്ക് ഡ്രിങ്ക്സ് വേണോടാ പട്ടിയെന്ന് അറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് സോസൊക്കെ എടുത്ത് അവന്റെ ഡ്രിങ്ക്സിനകത്ത് അങ്ങ് ഒഴിച്ചു വയ്ക്കും. അപ്പോഴാണ് അതേസമയം വേറൊരു സ്റ്റാഫും വന്നിട്ട് ഈ ഡ്രിങ്ക്സ് അവിടെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് അവളെ പണി ഏൽപ്പിക്കും. അതിനുശേഷം അവളത് കൊടുത്തിട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് ഇവിടെ യാൻഷെങ്ങിനോട് വെച്ച ഡ്രിങ്ക്സിന്റെ കൂടെ തന്നെ കുറെ ഡ്രിങ്ക്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കും. അതിനകത്ത് ഏതാ സോസ് ഉള്ളതെന്നറിയാതെ ഇവൾ ഓരോന്നൊക്കെ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കാണുന്ന ഓണറാണ് കസ്റ്റമേഴ്സിന്റെ ഡ്രിങ്ക്സിൽ നീ കുടിക്കുന്നോടിന്ന് പറഞ്ഞ് അവളെ കുറെ വഴക്കുറയും. അതിനുശേഷം ഇത് ഇവളുടെ ലാസ്റ്റ് വാണിങ്ങാന്ന് പറഞ്ഞ് ആ ഡ്രിങ്ക്സ് ഒക്കെ വേറെ സ്റ്റാഫിനോട് എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയുമ്പോൾ ഇവൾ അതിനകത്ത് ഇപ്പൊ ആ സോസ് ഉള്ളത് ഏതാന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവിടെ മതി ടെൻഷനായിരിക്കും. അതേസമയം ഇവിടെ റൂമിൽ നിന്ന് യുവാനെ ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആരാണ്ട് കൂർക്കം വലിക്കുന്ന സൗണ്ട് ഇവനെ കേൾക്കും. അതുകൊണ്ട് അവനും ഇവിടെ നിന്ന് മാസ്ക് ഇട്ടിട്ട് അത് ആരാൻ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ അടുത്ത ക്യാമറ ആയിട്ട് ഒളിഞ്ഞിരുന്നോണ്ടിരിക്കും. അതിനുശേഷം അവന് പ്രിൻസിലുവിനെ കണ്ട് ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കുറെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പേടി ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ഇവളാണ് പ്രിൻസിലുവിന് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി ചെല്ലും. അപ്പോഴാണ് ആ ഫോട്ടോ എടുക്കുന്നതിനെ കണ്ട് മര്യാദയ്ക്ക് ആ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോടാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവസാനം അവൻ ആ ക്യാമറ വിട്ട് വന്ന് പേടിച്ചിട്ട് ആ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഇത് കണ്ട് സിയാന്റെ കൂട്ടുകാരിയും ഇതൊക്കെ ഞാൻ കാരണല്ലേ നടന്നേന്ന് പറഞ്ഞിട്ട് ഇവന് സുരക്ഷ കിട്ടാത്തതിന് സോറി പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ നടക്കാതെ നോക്കിക്കോണെന്ന് പറയുമ്പം ഇവന്റെ സൗണ്ട് കേട്ടിട്ട് അവൾക്ക് എവിടെ കേട്ട പരിചയമുണ്ടെന്ന് അറിയും. അതുകൊണ്ട് അവനും മൊത്തം സൈലന്റ് ആയിട്ടിരിക്കുമ്പം ഇവളും ഒരേശം യുവാനായിരിക്കും ഇവനെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് സംശയം വരും. കാരണം അവൻ അകത്തേക്ക് കയറിയിട്ട് ഇതുവരെ അവനെ കണ്ടില്ല. അതുകൊണ്ട് ഇവളെ സംശയം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് യുവാൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവൻ എന്തോന്ന് പറഞ്ഞ് ചോദിക്കും. അതോടെ അവള് ഷോക്കായി അവൾക്ക് കൺഫേം ആവും സത്യത്തിൽ ഇവൻ യുവാനാണെന്ന്. അപ്പോഴാണ് അവനും ഇനിയിപ്പോൾ ഇവളോട് സത്യം വച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവന് മാസ്ക് ഊരി ഇവന്റെ ഫേസ് കാണിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. कहाँ चलती प्यार की